ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 843 ദിവസം. ഇന്ന് 40 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മത്തായി 4 അധ്യായം 1 തിരുവചനം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുതമ്പുരാൻ സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അനന്തരം സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് യേശുതമ്പുരാൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം എത്രത്തോളമുണ്ട് എന്നൊക്കെ അറിയുവാനായി ദൈവം അബ്രഹാമിനെ പരിശോധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇയ്യോബ് നേരിട്ടതും ഇതേ തരത്തിലുള്ളതായ പരിശോധന തന്നെയാണ്. എന്നാൽ പരീക്ഷകളെ നേരിടേണ്ടി വന്നപ്പോൾ പാപത്തിലേക്ക് വീണുപോകുന്ന ദാവീദിനെയും നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, യാക്കോബ് 1 അധ്യായം 13 വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. യേശു തമ്പുരാൻ നേരിട്ട പരീക്ഷകളിൽ യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. എല്ലാ പരീക്ഷകളും ആരംഭിക്കുമ്പോൾ നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുതമ്പുരാനെ പോലെ പരീക്ഷകളെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപത്തിൽ വീണു പോകാതെ സ്വയം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് നമുക്കൊരു മനമോടെ പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.